ഹായ് ഓൾ, വെൽത്തിഫൈഡ് ഫോറക്സ് അനാലിസിസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനന്തകൃഷ്ണൻ. അപ്പോൾ ലാസ്റ്റ് വീക്കിൽ എങ്ങനെയായിരുന്നു മാർക്കറ്റ് എന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം ഇനി വരാൻ പോകുന്ന വീക്കിൽ എങ്ങനെയായിരിക്കും എന്നും കൂടെ നോക്കാം. സോ ലാസ്റ്റ് വീക്കിൽ നോക്കുന്ന സമയത്ത് മാർക്കറ്റ് ഹൈലി കൺസോളിഡേറ്റിംഗ് ആയിരുന്നു. തിങ്കൾ തൊട്ട് ഏകദേശം ബുധനാഴ്ച വരെ ഈ ഒരു റേഞ്ചിൽ തന്നെ ഏകദേശം 200 പിപ്പിനുള്ളിൽ തന്നെയാണ് മാർക്കറ്റ് മൂവ് ചെയ്തത്. മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി ഗോൾഡിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഗോൾഡ് ഏകദേശം 200 പിപ്സിനിടയിലായിരുന്നു മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ അവിടെ നിന്നൊരു ഡൗൺവേർഡ് മൂവ്മെന്റ് വ്യാഴാഴ്ച ആയപ്പോൾ മാർക്കറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ദെൻ വെള്ളിയാഴ്ച ആയ സമയത്ത് ഒരു ടു ആൻഡ് ഫ്രോ മൂവ്മെന്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ നിന്ന് ഒരു റിക്കവറി ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ ലാസ്റ്റ് വീക്കിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാര്യമായിട്ടുള്ള എൻട്രി ഓപ്പർച്യൂണിറ്റീസ് ഒന്നും അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. സോ ഈ ഒരു മാർക്കറ്റിൽ കുറച്ച് ടഫാണ്. റേഞ്ച് മാർക്കറ്റിൽ നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള മാർക്കറ്റിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് ഉണ്ടാവുക, ട്രേഡ്സ് കിട്ടുക. സോ ഇങ്ങനെയുള്ള മാർക്കറ്റിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും കാര്യങ്ങൾ. ദാ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു സോണിൽ നിന്ന് മാർക്കറ്റ് വന്നതിന് ശേഷം മാർക്കറ്റിന് ഓൾറെഡി ഈ ലെവലിൽ നിന്ന് ഈ ലെവലിലോട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഓൾറെഡി ഞാൻ ഡിസ്കോഡിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു സോണിൽ നിന്ന് മാർക്കറ്റ് ഏകദേശം ഈ ഒരു ലെവലിൽ വന്നിട്ട് അവിടെ നിന്ന് ബൗൺസ് ബാക്ക് ചെയ്യുന്നുള്ളതായിരുന്നു വ്യൂ ഉണ്ടായിരുന്നത്. സോ അതിനുള്ള റീസൺ എന്താണെന്നുള്ളതും ഒക്കെ ഞാൻ ഇവിടെ പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കിവിടെ മാർക്കറ്റിൽ ഒരു ഇംബാലൻസ് റീജിയൻ ഉണ്ട്. സോ ഇംബാലൻസ് ടേക്ക് ചെയ്യാനായിട്ട് മാർക്കറ്റ് ഓൾറെഡി വരും എന്നുള്ളതും ദെൻ ഈ ഒരു സോണിൽ നിന്ന് ഉള്ള ഒരു റിവേഴ്സലുമാണ് പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദാ നോക്കിക്കോ. അപ്പോ ദാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു ഹൈയിൽ നിന്ന് ലെവലിലോട്ട് ഈ താഴത്തോട്ട് ഈ ലെവലിലോട്ടേക്ക് മൂവ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. ദെൻ അവിടെ നിന്ന് പിന്നെ മാർക്കറ്റ് മുകളിലോട്ടേക്ക് ബൗൺസ് ചെയ്യാനുണ്ടായത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഈ ഒരു കണ്ടിന്യൂസ് മൂവ്മെന്റ് ഇനി മുകളിലോട്ടേക്ക് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം ഈ റേഞ്ച് വരെയൊക്കെ ആയിരിക്കും ആ മൂവ്മെന്റ് ഉണ്ടാവുക. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഒരു ബുള്ളിഷ് മാർക്കറ്റ് ഞാൻ കാണുന്നില്ല. ആക്ച്വലി ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് കൺഫേം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു സ്വിങ് പകുതി കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ അഗെയിൻ അവിടെ നിന്ന് തിരിച്ച് ഈ ലെവലോട്ട് ബൗൺസ് ചെയ്തിട്ട് അപ്പൊ അവിടെ നിന്ന് മുകളിലോട്ടൊക്കെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഏകദേശം ഈ ലെവൽ വരെ നെക്സ്റ്റ് വീക്കിലേക്ക് നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇമ്പോർട്ടന്റ് മന്ത് ആണത് ഡിസംബർ. കാരണം ഇപ്പൊ US പ്രസിഡന്റ് ആയിട്ട് ട്രംപ് സ്ഥാനമേൽക്കാൻ പോകുന്ന ഒരു മന്ത് കൂടിയാണ്. ഏകദേശം ഡിസംബർ ജാനുവരി ടൈമിലാണ് അത് സംഭവിക്കുന്നത്. ദെൻ ഒരുപാട് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ യുഎസിന്റെ ഭാഗത്ത് നിന്ന് എടുക്കുന്ന സിറ്റുവേഷനിൽ അത് ഫോറക്സ് മാർക്കറ്റിനെ നല്ല രീതിക്ക് ബാധിക്കാനുള്ള സാഹചര്യം ഉണ്ട്. ഇപ്പൊ ഡോളർ ഇൻഡെക്സിന്റെ സ്ട്രെങ്ത് വരുന്നതനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഗോൾഡ് പിന്നെ താഴേക്ക് വരാനുള്ള സാധ്യത പിന്നെയും കാണുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്ക് ഇങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്കിത് വാച്ച് ചെയ്തിരിക്കാം. ഇത് നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുന്ന സമയത്ത് അത് ഫിഗർ ഔട്ട് ചെയ്ത് നമുക്കത് എൻട്രീസ് ആയിട്ട് മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ ഗോൾഡിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു വീക്ക് അല്ലായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ മാർക്കറ്റ് നല്ലൊരു മൂവ്മെന്റ് തന്നതിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് അത് ഡിസൈഡ് ചെയ്യാൻ പറ്റുക. അപ്പൊ അടുത്ത ഒരു ഇതിന്റെ പ്ലാൻ പറയുകയാണെങ്കിൽ ഈ റേഞ്ചിൽ നിന്ന് ഞാൻ മുകളിലോട്ടേക്ക് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആക്ച്വലി അതും ഞാൻ ഒരുപാട് മൂവ്മെന്റ് ബുള്ളിഷ് അല്ല. ഈ ഒരു ലെവൽ വരെയൊക്കെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. അതിനുശേഷം ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമായിരിക്കും പിന്നെ മുകളിലോട്ടേക്ക് പോവാം. അപ്പൊ ഇനി യൂറോ USDയുടെ കാര്യം നോക്കാം. യൂറോ USDയുടെ കാര്യം പറഞ്ഞാലും ഏകദേശം ഈ സോണൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്ത് കിട്ടണം. ഞാൻ ലാസ്റ്റ് അനാലിസിസ് വീഡിയോയിൽ പറഞ്ഞതാണ് ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമായിരിക്കും മാർക്കറ്റ് ബുള്ളിഷ് ആവുന്നുള്ളത്. പക്ഷെ എന്താ ഇവിടെ വന്നൊരു ഫോൾസ് ബ്രേക്ക്ഔട്ട് അടിച്ച് പിന്നെ അതായത് താഴത്തോട്ട് വന്നിരിക്കുകയാണ്. ഈ ഒരു ഇംബാലൻസിലോട്ട് മാർക്കറ്റ് എത്തിയിരിക്കുകയാണ്. അവിടെ കറക്റ്റ് വന്നു, ആ ഇംബാലൻസ് ടേക്ക് ചെയ്ത് മുകളിലോട്ടേക്ക് പോയി. ഇനി അഗെയിൻ ഇവിടെ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് 1 അവറിൽ തന്ന സ്ഥിതിക്ക് മാർക്കറ്റ് ഈ ഒരു ഏതെങ്കിലും ഒരു സോണിൽ നമുക്കിപ്പോ കുറച്ചുകൂടി റിഫൈൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ എൻട്രി എടുക്കാൻ പറ്റിയ സോൺ എന്ന് പറയുകയാണെങ്കിൽ ഏകദേശം ഈ ഒരു സ്വിങ്ങിന്റെ ലെവൽ നമുക്ക് കൺസിഡർ ചെയ്ത് നോക്കാം. ഏകദേശം ഇതിന്റെ ഒരു ഇക്വിലിബ്രിയം ലെവൽ പോലും വന്നിട്ടില്ല. ഇപ്പോഴും നിൽക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് സോണിലാണ്. അത് പ്രീമിയം സോണിലേക്ക് വന്നു കഴിഞ്ഞാലാണ് കൂടുതൽ സെൽ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടാനായിട്ട് പറ്റുക. അറ്റ്ലീസ്റ്റ് ഇക്വിലിബ്രിയം ലെവലിലേക്കെങ്കിലും വരണം മാർക്കറ്റ്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് താഴത്തോട്ടേക്ക് ഒരു എൻട്രി നോക്കാനായിട്ട് പറ്റും യൂറോ USDയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നോക്കാം, എന്തായാലും നമുക്ക് ഈ ഒരു റേഞ്ച് വരെ എക്സ്പെക്ട് ചെയ്യാം. അവിടെ നിന്ന് എന്തെങ്കിലും കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് താഴത്തോട്ടേക്ക് പ്ലോട്ട് ചെയ്യാം. അപ്പോൾ യൂറോ USDയുടെ കാര്യം പറയുകയാണെങ്കിൽ അത്രേ ഉള്ളൂ. അപ്പൊ GBP JPYയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഒരു സോൺ ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്തിട്ട് തിരിച്ച് ഇതിന്റെ ഈ ഒരു ലെവലിലോട്ട് വന്ന് അവിടെ നിന്ന് സ്ട്രോങ് ആയിട്ടൊരു മൂവ്മെന്റ് തന്നിരിക്കുകയാണ് മാർക്കറ്റ്. ദെൻ അഗെയിൻ താഴത്തോട്ടേക്ക് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു റേഞ്ച് വരെ വരാനുള്ള സാഹചര്യം ഉണ്ട്. ദെൻ അവിടെ നിന്ന് പിന്നെയും മാർക്കറ്റ് ബുള്ളിഷ് ആവാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലെവലിൽ നിന്നൊക്കെ ഒരു എൻട്രി കിട്ടുകയാണെങ്കിൽ
അത് തീർച്ചയായിട്ടും പരിഗണിക്കാവുന്നതാണ്. സോ ഇത് കൺസിഡർ ചെയ്യാവുന്ന ഒരു സോണാണ്. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് പ്രധാനമായിട്ട് നോക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ നെക്സ്റ്റ് വീക്കിലേക്ക് ആക്ച്വലി ഇല്ല. മാർക്കറ്റ് ഒരു മൂവ്മെന്റ് തന്നു കഴിഞ്ഞാൽ മാത്രമായിരിക്കും നമുക്ക് പറയാനായിട്ട് പറ്റുക. പക്ഷെ ഈ മാസം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മന്താണ്. നമുക്ക് ഒരുപാട് ഇവന്റുകൾ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള മൂവ്മെന്റ് മാർക്കറ്റിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. നേരത്തെ നമുക്ക് പ്ലാനുകൾ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്കോഡിലൊക്കെ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും തന്നെ ഡിസ്കോഡിൽ ജോയിൻ ചെയ്യുക. ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.